കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടത്തിൽപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി ബില്ലടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലായി. ഇന്നലെ രാത്രി രോഗിക്ക് വന്നത് ഭീമമായ തുകയാണ്. MK രാഘവൻ MP ഇടപെട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയെങ്കിലും ബില്ലടയ്ക്കാതെ ഡിസ്ചാർജ് നൽകില്ല എന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ അറിയിച്ചു. പേരാമ്പ്ര മുഴിപ്പോത്ത് വിശ്വനാഥനാണ് ചികിത്സയിലുള്ളത്. ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത്രയും സ്മോക്കും കാര്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പുറത്തിറക്കിയ സമയത്താണ് അവർ എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നമ്മൾ അറിയില്ലായിരുന്നു ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തെന്നുള്ളത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഇത്രയും വലിയൊരു എമൗണ്ടാണ് 40,000. ഇപ്പോൾ ഡിസ്ചാർജിൻ്റെ സമയത്താണ് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വന്നത്. നിങ്ങൾ തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിച്ചിട്ടാണ് സംസാരിച്ചിട്ട് അവിടെ ബെഡ് അവൈലബിലിറ്റി ആയിട്ടുണ്ട്. ഓക്സിജൻ ബെഡ് മതി. സോ അവിടെ അവർ എടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരിവിടെ ഈ ബില്ലിൻ്റെ കാര്യം അവർക്ക് കോളൊന്നും ഹയർ അതോറിറ്റീസിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാത്തൊരു സ്ഥിതിക്ക് അവർക്ക് ഇങ്ങനെ വിടാനും ഉള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. രോഗിയെ ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് സ്വകാര്യ ആശുപത്രിയുടെ വിശദീകരണം വന്നിട്ടുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസ് വിളിച്ചിരുന്നുവെന്നും ആശുപത്രി ബില്ലിൽ തീരുമാനമാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും ആശുപത്രി അധികൃതർക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, ഇന്ന് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ അവിടുത്തെ രോഗികളുടെ ബില്ലിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ആ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അത്തരം രോഗികളെ അടിയന്തരമായി സഹായിക്കേണ്ടതായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിൽ ഒരു അത്യാഹിതം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവർക്ക് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നത്. അവർക്ക് തിരികെ വരണമെങ്കിൽ ഇപ്പോൾ ഇത്രയും ഭീമമായ ബില്ല്, ഒരു ദിവസം കൊണ്ട് 40,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഷഹദ്? ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. കാരണം ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ബില്ല് അല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയോട് നമ്മൾ തുടർച്ചയായി ഈ വിഷയം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനോടും ഈ വിഷയം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഈ കേസ്, വിശ്വനാഥന്റെ കേസ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുമായി മന്ത്രി വിളിക്കുന്നു, ഇടപെടുന്നു. തുടർന്ന് ഉടൻ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആശുപത്രി അധികൃതർ പ്രധാനമായിട്ടും 2 ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ ഒരു രോഗി മാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്, ഓൾറെഡി ഒരു രോഗി ഉണ്ടായിരുന്നു. അവർ പകുതി പണമടച്ച് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ഇനിയും രോഗികൾ ഈ ആശുപത്രിയിലുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അതിലൊരു തീരുമാനം ഉണ്ടാകണം. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകളോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും വഴി പണം സംഘടിപ്പിച്ച് തരാറാണ് പതിവ് എന്നുള്ളത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ ഈ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വിശ്വനാഥന്റെ വിഷയത്തിൽ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ അതിന്റെ ബില്ല് ആരടയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് ഇളവ് അനുവദിക്കാം, ബാക്കി തുക ആരടയ്ക്കും എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് അതിൽ പരിഹാരം ഉണ്ടാക്കാം എന്നൊരു ഉറപ്പ് ആശുപത്രി മാനേജ്മെന്റിന് നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. MK രാഘവൻ MP ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും സൂപ്രണ്ടുമായി സംസാരിക്കുകയും സൂപ്രണ്ട് അവിടെ കൂടുതൽ ബെഡുകളും അതുപോലെ തന്നെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ ബില്ലടയ്ക്കാത്ത പശ്ചാത്തലത്തിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യില്ല എന്നൊരു കാര്യം പറയുകയും പിന്നീട് സൂപ്രണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തത്. പിന്നീടാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ വിശ്വനാഥനും കുടുംബത്തിനും തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ പോകാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള നടപടികൾ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പേരാമ്പ്ര സ്വദേശി വിശ്വനാഥന്റെ കാര്യത്തിലാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നിരവധി രോഗികൾ ആ നിലയിൽ പല ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിലൊക്കെ വിവിധ ഇടങ്ങളിൽ ചികിത്സയിലുണ്ട്. അവരൊക്കെ സമാനമായ പ്രതിസന്ധി നേരിടും. അപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് തുടർച്ചയായി ആരോഗ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. അതിന് ഒരു മറുപടി പറഞ്ഞില്ല ആരോഗ്യമന്ത്രി. അതിൽ വരട്ടെ, നോക്കാം എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും സമാനമായ പ്രശ്നം ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചിരിക്കുന്ന രോഗികൾക്കുണ്ടാകും. അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.